ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് പരിശോധന നടത്തുകയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ശാസ്ത്രീയ തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ശബരിമലയിലെത്തിയത്. SP ശശിധരന്റെ നേതൃത്വത്തിൽ 15-അംഗ സംഘമാണ് പരിശോധന നടത്തുന്നത്. നന്ദുഷയുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, ഇപ്പോൾ നട അടച്ചിരിക്കുന്ന സമയമാണ്. ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ നട തുറക്കാൻ. അപ്പോൾ ഇപ്പോഴും പരിശോധന അവിടെ തുടരുകയാണോ? ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ പരിശോധനയിലൂടെ ഉണ്ടോ? ഈ നിലവിൽ ശബരിമല നട ഉച്ചപൂജയ്ക്ക് ശേഷം അടച്ചു. 3 മണിയോടുകൂടി തന്നെ തുറക്കുകയും ചെയ്തു. പരിശോധനയും ഏതാണ്ട് പൂർത്തിയായ ഒരു സ്ഥിതിയിലാണ് നിലവിലുള്ളത്. ശ്രീകോവിലിന്റെ മുൻവശത്തെ സാമ്പിളുകളെല്ലാം തന്നെ ശേഖരിച്ചു കഴിഞ്ഞു. കട്ടളപ്പാളിയിലെയും അതോടൊപ്പം ദിവസങ്ങൾക്ക് മുമ്പ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്നുകൊണ്ട് പുനഃസ്ഥാപിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ പുറംപാളിയായ സ്വർണ്ണപ്പാളിയുടെ സാമ്പിൾ ശേഖരണം പൂർത്തിയായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പിൾ ശേഖരണം. അതിനോടൊപ്പം മേൽക്കൂരയുടെ മുകൾ ഭാഗത്തെ, അതായത് മേൽക്കൂരയുടെ ഭാഗത്ത് വിജയമല്യ സ്വർണം പൊതിഞ്ഞു എന്ന് പറയപ്പെടുന്ന പാളിയുടെ സാമ്പിൾ ശേഖരണവും പൂർത്തിയായിട്ടുണ്ട്. ഇനി വശങ്ങളുടെ മാത്രം നേരിയ പാളികൾ മാത്രമാണ് എടുക്കാനുള്ളത്. ഇത് 1 സെന്റിമീറ്റർ വ്യാസത്തിൽ മാത്രമാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ സാമ്പിൾ ശേഖരണം പൂർത്തിയാക്കി SIT സംഘം സന്നിധാനത്ത് നിന്ന് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. 15ഓളം ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഈ കൃത്യമായ ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണിത്. ഇന്നലെ തന്നെ അവർ പമ്പയിൽ എത്തി സന്നിധാനത്തേക്ക് മലകയറി സന്നിധാനത്ത് ഒരു ദിവസം താമസിച്ച ശേഷമാണ് ഇന്ന് ഉച്ചപൂജയ്ക്ക് ശേഷം പരിശോധനകൾക്കായി ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തിയത്. തീർത്ഥാടകർക്ക് ഒരു തരത്തിലും ദർശനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ അല്ല ഈ പരിശോധനകളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായി തന്നെ ദർശനം പൂർത്തിയാക്കാൻ തീർത്ഥാടകർക്കുമായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ നിർദ്ദേശത്തെ തുടർന്നാണ് ഈ ശാസ്ത്രീയ പരിശോധനകൾ ഇപ്പോൾ സന്നിധാനത്ത് നടന്നത്. സന്നിധാനത്ത് സ്വർണം പൂശിയതും സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട പാളികളുടെ കൃത്യമായ ഗോൾഡിന്റെ പ്യൂരിറ്റി ചെക്ക് അടക്കം നടത്താനായിട്ടാണ് ഈ സാമ്പിളുകൾ ശേഖരിച്ചിട്ടുള്ളത്. വിജയമല്യ സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളും അതോടൊപ്പം അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണം പൂശിയ ഭാഗങ്ങളും തമ്മിൽ താരതമ്യം ചെയ്ത് സ്വർണത്തിന്റെ മാറ്റുൾപ്പെടെ പരിശോധിക്കാനാണ് നിലവിൽ ഈ സാമ്പിളുകൾ ശേഖരിക്കുന്നത്. ഏതായാലും പരിശോധനകൾ സാമ്പിൾ ശേഖരണം ഏതാണ്ട് പൂർത്തിയായി. ഈ പരിശോധനയിലേക്കാണ് കടക്കുന്നത്. അത് ഒരുപക്ഷെ സന്നിധാനത്ത് വെച്ച് എല്ലാം പൂർത്തിയായുള്ള സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെവിടെയെങ്കിലും ഫെസിലിറ്റീസ് ഉള്ള ഒരു കേന്ദ്രത്തിൽ വെച്ചായിരിക്കും കൂടുതൽ പരിശോധനകൾ നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. വിജയമല്യ അന്ന് സ്വർണം പൊതിഞ്ഞ ഭാഗങ്ങളൊക്കെ തന്നെ 24 ക്യാരറ്റ് ഗോൾഡിന്റേതായിരുന്നു. എന്നാൽ പിന്നീട് ചെന്നൈയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണി നടത്തിക്കൊണ്ടുവന്ന സ്വർണം പൂശിയ ഭാഗങ്ങൾ അത്രയധികം മൂല്യമുള്ള അല്ലെങ്കിൽ അത്രയധികം മാറ്റുള്ള സ്വർണമായിരുന്നില്ല എന്നതായിരുന്നു കണ്ടെത്തൽ. പിന്നീട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും അതോടൊപ്പം ദേവസ്വം SIT സംഘം നോട്ടീസ് കൊടുത്ത് കസ്റ്റഡിയിലെടുത്തിട്ടുള്ള വിവിധ ഉദ്യോഗസ്ഥരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധനകൾ ഇപ്പോൾ അനിവാര്യതയായി മാറിയത്. ഏതായാലും നിലവിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഈ പരിശോധന കഴിയുന്നതോടെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ചകൾ അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം സ്വർണം കൃത്യമായി ശബരിമലയിൽ നിന്ന് കവർ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു കണക്കുണ്ടാകുന്നതാണ്. അതോടൊപ്പം നിലവിൽ സന്നിധാനത്തുള്ള സ്വർണത്തെ പറ്റിയും ശ്രീകോവിൽ പൂജിട്ടുള്ള സ്വർണത്തെ പറ്റിയും മറ്റൊരു കാര്യം കൂടെ ഒന്ന് ചോദിക്കുകയാണ്. അതായത് ഈ സന്നിധാനത്ത് മാത്രമാണോ ഈ പരിശോധന ഇപ്പോൾ നടത്തുന്നത്? ഈ മറ്റ് സ്വർണ്ണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുമോ? പ്രത്യേകിച്ച് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലടക്കം പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഈ ശാസ്ത്രീയമായി ഇത് പരിശോധിക്കുന്ന സംഘവും ഈ SIT സംഘത്തിനൊപ്പം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാര്യം. പരിശോധിക്കുന്ന നടപടികൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പരിശോധനകൾ മുൻപ് തന്നെ പൂർത്തിയായിരുന്നു. ക്ഷേത്രം അടഞ്ഞുകിടക്കുന്ന സമയത്ത് SIT സംഘം സന്നിധാനത്തെത്തി ദേവസ്വം മഹസറും ദേവസ്വം കൃത്യമായ രേഖകളും ദേവസ്വത്തിന്റെ അല്ലെങ്കിൽ ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ഉരുപ്പിടികളെ പറ്റിയും എല്ലാം കൃത്യമായ ഒരു പരിശോധന ഇതിനു മുൻപ് നടത്തിയിരുന്നു. അതിനുശേഷം ആറന്മുളയിലും എത്തി ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഹൈക്കോടതിയുടെ സംഘവും SIT സംഘവും ആറന്മുളയിലും പരിശോധന നടത്തിയിരുന്നു. ഇനിയിപ്പോൾ നിലവിൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ശ്രീകോവിലിന്റെ പരിസരത്തുള്ള അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ 4 വശത്തുമുള്ള സ്വർണ്ണ ഭാഗങ്ങളും ലോഹഭാഗങ്ങളുമാണ് പരിശോധിക്കുന്നത്. ഏതായാലും SIT സംഘം ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. അവർ സന്നിധാനത്തെത്തി ശ്രീകോവിലിന് മുൻവശം ദ്വാരപാല ശില്പങ്ങളിലടക്കം സാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയമായ ഒരു പരിശോധനയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തിയിട്ടുണ്ട്. പരിശോധനകൾ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നന്ദുഷ ശബരിമലയിൽ നിന്നും നൽകിയത്.